ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സന ആസാദ്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജേർണലിങ്ങിനെ കുറിച്ചാണ്. എന്താണ് ജേർണലിംഗ്, വാട്ട് ഈസ് ദ ബെനിഫിറ്റ്സ് ഓഫ് ജേർണലിംഗ്, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മളൊരു ജേർണൽ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ പലരും ഡയറി എഴുതുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഡയറിയും ജേർണലും ഒന്നാണോ എന്നുള്ള ഡൗട്ടും പലർക്കുണ്ട്. അപ്പോൾ നമുക്ക് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറി ആൻഡ് ജേർണൽ അതും കൂടെ നോക്കാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജേർണലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് ഉണ്ടാകുന്ന തോട്ട്സ്, ഫീലിങ്സ്, എക്സ്പീരിയൻസ്, അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, അത് നമ്മൾ എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെക്കുക, എഴുതി വെക്കുക, റെക്കോർഡ് ചെയ്ത് വെക്കുക. ആ ഒരു പ്രോസസ്സിനെ നമുക്ക് ജേർണലിംഗ് എന്ന് പറയാം. ജേർണലിംഗ് ചെയ്യുന്നതിലൂടെ ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയാനും നമ്മുടെ ഇമോഷൻസ് കൂടുതൽ മനസ്സിലാക്കാനും സെൽഫായിട്ട് എക്സ്പ്രസ് ചെയ്യാനും പേഴ്സണൽ ഗ്രോത്തിനൊക്കെ പറ്റുന്ന നല്ലൊരു പവർഫുൾ ടൂളാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ജേർണലിങ്ങിന് നമുക്കൊരു തെറാപ്യൂട്ടിക് മെത്തേഡ് കൂടെ ആയിട്ട് കാണാം. ഇപ്പോൾ നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ ജേർണലിംഗ് കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ട്രെസ്സ്, ആങ്സൈറ്റി എല്ലാം നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയും. ജേർണലിംഗ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി വളർത്തിയെടുക്കാനായിട്ട് കഴിയും. ഡെയിലി ജേർണൽ ചെയ്യുന്ന ഒരാളുടെ ജീവിതത്തിൽ അവരുടെ പേഴ്സണൽ ഗ്രോത്തിനെ ഇത് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് ഒരുപാട് ഗോളുകൾ ഉണ്ടായിരിക്കും. ആ ഒരു ഗോൾസ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനും അതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്തെടുക്കാനും ജേർണൽ നമ്മൾ ഒരുപാട് സഹായിക്കും. ഇനി നമുക്ക് എന്താണ് ഡയറിയും ജേർണലും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കാം. ഡയറിയും ജേർണലും രണ്ടും എഴുതുന്ന കാര്യങ്ങളല്ലേ, രണ്ടും സെയിം ആണോ എന്നുള്ള ഡൗട്ട് പലർക്കും ഉണ്ട്. ഡയറി എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ ഡേ ടു ഡേ നടക്കുന്ന കാര്യങ്ങൾ, അതുപോലെ ഇവൻറ്റ്സ്, ടാസ്കുകൾ, അപ്പോയിൻമെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ഡേറ്റ് ഇട്ട് വെക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജേർണൽ എന്ന് പറയുമ്പോൾ തികച്ചും ഡയറിയിൽ നിന്ന് വ്യത്യസ്തമാണ്. ജേർണലിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ തോട്ട്സ്, ഫീലിങ്സ്, ഐഡിയാസ്, നമ്മുടെ എക്സ്പീരിയൻസ് അതെല്ലാം നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ എഴുതി വെക്കും. നമ്മുടേതായിട്ടുള്ള രീതിയിൽ, നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ നമ്മൾ ചെയ്യുന്നതാണ്. അതിന് പ്രത്യേകിച്ച് സമയം അങ്ങനെ ഒന്നുമില്ല. ജേർണലിംഗ് ചെയ്യാൻ ആഗ്രഹിച്ച ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഇത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണോ? അങ്ങനെയൊന്നുമില്ല. ജേർണൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാം. ഒരു ബുക്കും പെന്നും മാത്രം മതി. നമ്മൾ ആദ്യം തന്നെ വളരെ എക്സ്പെൻസീവായ രീതിയിൽ ജേർണൽ ചെയ്യരുത്. നമ്മൾ ചെയ്ത് തുടങ്ങി അത് ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള കുറേ ക്രിയേറ്റിവിറ്റി നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ വേറെ കുറേ മെറ്റീരിയൽസൊക്കെ വെച്ചിട്ട് നമുക്കതിനെ കളർഫുള്ളാക്കി മാറ്റാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ജേർണലിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.